നമസ്തേ. ഈ യുദ്ധം കഴിഞ്ഞ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷം എന്തൊരു ആവേശമാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക്. 3 വിമാനങ്ങളും 20 പാക് മിസൈലുകളും S-400 സുദർശന ചക്രം കൊണ്ട് ഇന്ത്യ വെടിവെച്ചിട്ടത് നമ്മുടെ വള്ളം കളിയുടെ തത്സമയ ആവേശത്തിലാണ് അവരെല്ലാവരും തന്നെ അവതരിപ്പിച്ചത്. നല്ലതാണ്. പക്ഷേ ഒക്കേത്തിനും പഴികേട്ട ഒരു മനുഷ്യനുണ്ട്. നിങ്ങളുടെ പുച്ഛത്തെയും പരിഹാസങ്ങളെയും നിശബ്ദത കൊണ്ട് ജയിച്ച, എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് അറിയാമായിരുന്ന ഒരു ദീർഘദർശി. ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിലയെ പെട്രോളിന്റെ ഇന്ത്യൻ വിപണി വിലയുമായി താരതമ്യം ചെയ്ത് നിങ്ങൾ ആ മനുഷ്യനെ അന്ന് ആക്ഷേപിച്ചു. അച്ഛനെയും മുത്തിയെയും കണ്ടു ശീലിച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കള്ളനെന്ന് വിളിച്ചു. റഫാലിനെ കോടതി കയറ്റി. പരമോന്നത കോടതി വിലക്കും വരെ അത് തുടർന്നു. അദ്ദേഹം അത് ആസ്വദിച്ചു കൊണ്ട് തന്നെ മിച്ച മൂല്യത്തിന്റെ മികച്ച ഉപയോഗത്തിലൂടെ റഷ്യയിൽ നിന്ന് S-400 ഫ്രാൻസിൽ നിന്നും റഫാലും ഇസ്രായേലിൽ നിന്ന് ഹെറോനും വാങ്ങി ആകാശത്ത് കോട്ട പണിത് രാജ്യത്തെ ഭദ്രമാക്കി മാറ്റി. ഭൂമിയിൽ ശൗചാലയങ്ങൾ തീർത്ത് മാലിന്യമുക്തമാക്കി. അങ്ങനെയാണ് സ്വച്ഛ ഭാരതവും സുരക്ഷിത ഭാരതവും ഒക്കെ ഉണ്ടായത്. കഥയറിയാതെ ആട്ടം കണ്ട കോമാളികളുടെ വാക്ക് കേട്ട് ആ മനുഷ്യൻ സബ്സിഡി സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടിരുന്നു എങ്കിൽ, നിങ്ങളെ മുഖവിലക്കെടുത്തിരുന്നു എങ്കിൽ, ആ 20 മിസൈലുകൾ നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തികൾ ഭേദിച്ച നമ്മുടെ ജീവനും സ്വത്തും ഒക്കെ സംഹരിക്കുമായിരുന്നു. ആറാട്ടുമുണ്ടന്മാരുടെയും അടിച്ചുതളിക്കാരുടെയും ദുർബല പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്നും ഭാരതം മോചിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? സത്യത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ കേട്ട ആക്ഷേപങ്ങളുടെ ആകെ തുക തന്നെയാണ്. യുദ്ധം അത് ഏകപക്ഷീയമായ ലാഭങ്ങളുടേത് മാത്രമല്ല. രാജ്യം ത്യാഗം ആവശ്യപ്പെടുന്നു എങ്കിൽ അത് നൽകേണ്ടത് ഒരു പൗരന്റെ ബാധ്യതയാണ്. ഒട്ടും സത്യസന്ധമല്ലാത്ത മാനവികതയുടെ, ഉദാരതയുടെ വാചാടോപങ്ങളിലൂടെയുള്ള ഒളിയമ്പുകളും ഒളിച്ചോട്ടങ്ങളുമല്ല മനുഷ്യത്വത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അളവുകോൽ. പെറ്റ രാജ്യം ഭീഷണി നേരിടുമ്പോഴല്ല വിശ്വമാനവികതയുടെ പുസ്തകം വായിച്ച് മനുഷ്യരെ കേൾപ്പിക്കേണ്ടത്. ഒരാശങ്കയുമില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരകാലമായിരുന്നുവെങ്കിൽ നാം പാരതന്ത്ര്യത്തിന്റെ തോക്കുകൾക്കും പീരങ്കികൾക്കുമെതിരെ സമരം ചെയ്യുകയില്ലായിരുന്നു. രാജ്യത്തിനു പിന്നിൽ, അതിന്റെ നേർ താല്പര്യങ്ങൾക്ക് മുന്നിൽ നാം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നമ്മൾ അല്ലാതെ മറ്റാരും സ്വന്തമായി വേണ്ടാത്ത ഒരു മനുഷ്യനാണ് നമ്മെ നയിക്കുന്നത്. ഒന്നായിരിക്കുന്നതാണ് കരുത്തെന്ന് പറയുന്നത്. ശത്രു ആയുധം കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കവേ ഇപ്പോൾ ചെയ്യുന്നത് തുടരുക. നാം നാവുകൊണ്ടെങ്കിലും മുറിപ്പെടുത്താതിരിക്കുക. അത്തരം നാവുകൾ അരിയുക. അതാണ് ഏറ്റവും മികച്ച പ്രായശ്ചിത്തം എന്നത്. ഈ യുദ്ധം നാം എന്തായാലും ജയിക്കും. കാരണം രാമൻ ഗുണവാൻ മാത്രമല്ല, വീര്യവാനുമാണ്. അതിർത്തി വരെ മാത്രം വന്ന് എരിഞ്ഞിരുന്ന മിസൈലുകൾ പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട് നമുക്ക്. ഇത് പുതിയ ഭാരതമാണ് എന്നത് തന്നെയാണ് അത്.